തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഈ വർഷം സ്വർണം പൂശാൻ മുൻകൈയെടുത്തത് ദേവസ്വം ബോർഡാണ്. ദ്വാരപാലക ശില്പത്തിനും താങ്ങുപീഠത്തിനും സ്വർണം പൂശാൻ സ്പോൺസർക്ക് കൈമാറിയത് പ്രസിഡന്റിന്റെ ഇടപെടലിനെ തുടർന്നാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ചെന്നൈയിലെ സ്ഥാപനത്തിന് സാങ്കേതിക വൈദഗ്ധ്യമില്ല എന്ന നിലപാട് ദേവസ്വം കമ്മീഷണർ തിരുത്തിയ കാര്യവും ഉത്തരവിൽ പരാമർശിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളിൽ ആഴത്തിൽ അന്വേഷണം വേണമെന്ന് കോടതി നിർദ്ദേശിച്ചു. 2019 ദേവസ്വം മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കാൻ കോടതി ഉത്തരവിട്ടു. ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതി നടപടികൾ നടന്നത് അടച്ചിട്ട മുറിയിലായിരുന്നു. അങ്ങേയറ്റം രഹസ്യാത്മക സ്വഭാവം പുലർത്തുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നിലപാട് കോടതി സ്വീകരിച്ചത്. പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയിൽ ആദ്യ റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ റിപ്പോർട്ടിന്മേലാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആ ഉത്തരവ് അതീവ ഗുരുതര സ്വഭാവമുള്ളതാണ്. അതിൽ 2019 ഭരണസമിതി മാത്രമല്ല 2025 ദേവസ്വം ബോർഡ് ഭരണസമിതിയെ കൂടി സംശയത്തിന് നിഴലിൽ നിർത്തുന്നുണ്ട്. അതിന് കാരണം ഇങ്ങനെയാണ്. 2025 ദ്വാരപാലക പാളി അത് സ്വർണം പൂശാൻ കൊണ്ടുപോകുന്ന സ്മാർട്ട് ക്രിയേഷനിൽ സാങ്കേതിക തികവില്ല എന്ന് ദേവസ്വം കമ്മീഷണർ ആദ്യം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ പിന്നീട് 7 ദിവസത്തിന് ശേഷം അദ്ദേഹം ഈ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയി. ഏറ്റവും ഒടുവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതായത് PS പ്രശാന്ത് ഇടപെട്ട് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അതിലടക്കം അന്വേഷണം വേണമെന്ന് പറയുന്നുണ്ട്. 2019 ഈ തട്ടിപ്പ് അതായത് സ്വർണ്ണ കവർച്ച 2019 നടന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നു. ആ 2019 കവർച്ച മറയ്ക്കുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം ഈ ഉദ്യോഗസ്ഥർ വൃന്ദവും ചേർന്ന് നടത്തിയ ഒരു ശ്രമമാണ് ഈ 2025 ദ്വാരപാലക സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിലേക്ക് എത്തിയതെന്ന് വിരൽ ചൂണ്ടുന്നതാണ് ഇന്ന് പുറത്തുവന്ന ഇടക്കാല ഉത്തരവ്. ഈ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ തുടരന്വേഷണം ഉണ്ടാകുമോ? ഒരുപക്ഷേ 2025 ഭരണസമിതിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഉണ്ടാകുമോ എന്നുള്ളതാണ് സുപ്രധാനമായ കാര്യം. ഒരുപാട് പോയിന്റുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. SIT അന്വേഷിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് പോയിന്റുകൾ. ആ പോയിന്റുകളിലൊക്കെ അന്വേഷണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം 2021 സ്വർണ്ണപീഠം സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ടും ചില പരാമർശങ്ങളുണ്ട്. അതിൽ ദുരൂഹതയുണ്ട്. 2021 തിരികെ കൊണ്ടുവന്നപ്പോൾ സ്വർണ്ണപ്പീഠത്തിന്റെ വിവരങ്ങൾ തിരുവാഭരണ രജിസ്ട്രിയിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അത് ആകസ്മികമല്ല എന്നും ഈ കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഗുരുതര സ്വഭാവം പലയിടങ്ങളിലായി പല സന്ദർഭങ്ങളിലായി ഈ നടന്നിട്ടുണ്ട്. ഇത് ദേവസ്വം ബോർഡിന് ഈ ഉദ്യോഗസ്ഥരിൽ മാത്രം പഴിചാരി രക്ഷപ്പെടാനാവില്ല. കാരണം ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനുണ്ട്. ഭഗവാന്റെ സ്വത്ത് സംരക്ഷിക്കാനുള്ളത് ഒരു കൂട്ടുത്തരവാദിത്തമാണ്. അതിലിവിടെ ദേവസ്വം ബോർഡ് പരാജയപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയമാണ് കോടതി മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ കേവലം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രമല്ല ഇതിന്റെ സമഗ്ര വിഭാഗങ്ങളിലേക്കും അതോടൊപ്പം ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം പോകണം. ക്രിമിനൽ ഗൂഢാലോചന അല്ലെങ്കിൽ ക്രിമിനൽ കോൺസ്പിറസി അതിൽ കൃത്യമായ അന്വേഷണം വേണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. നിലവിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഹൈക്കോടതി പൂർണ്ണ തൃപ്തിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ 2019 വരെയുള്ള ഭരണസമിതി അതായത് പത്മകുമാറിന്റെയും N വാസുവിന്റെയും ഒക്കെ ഭരണസമിതിയാണ് സംശയ നിഴലിൽ നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ 2025 PS പ്രശാന്തിന്റെ ഭരണസമിതിയും സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് സംശയ നിഴലിലാണ്. കോടതി ഉത്തരവ് മറികടന്നുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ അനുമതിയില്ലാതെ ദേവസ്വം ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ അനുമതിയില്ലാതെ ഇത് കൊടുത്തുവിട്ടത് ചില കള്ളങ്ങൾ മറയ്ക്കാനാണ് എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.